ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയുണ്ടാകാറുണ്ട്. കാര്യം രണ്ടുപേരും ദൂരം താണ്ടുകയാണ്, രണ്ട് സ്ഥലങ്ങളിലാണ്. ആൻഡ് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുമോ എന്ന് തന്നെ ആൾക്കാർക്ക് പേടിയാണ്. കാര്യം പലപ്പോഴും നമ്മളെപ്പോഴും അറിയുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പേര് ഒരാളെങ്കിലും വേറെ രാജ്യത്തേക്കോ വേറെ സ്ഥലത്തേക്ക് മാറുമെന്ന് അറിഞ്ഞാൽ തന്നെ പലപ്പോഴും ആ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്ക് ചെയ്തിട്ടാണ് പോവുക. എന്നാൽ ചിലരുടെ കേസിൽ ലോങ് ഡിസ്റ്റൻസ് നല്ലോണം വർക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. ലോങ് ഡിസ്റ്റൻസിൽ നമുക്കൊരു പ്രത്യേക ഒരു സ്കില്ല് വേണം. കാര്യം അവിടെ ഏറ്റവും ആവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ പാർട്ട്ണറെ ഡെയിലി കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ നമുക്ക് നല്ല എഫക്റ്റീവ് ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനിലൂടെ രണ്ട് പേർക്കും മ്യൂച്വലി സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന ബന്ധമേ ഉള്ളത്. ലോങ് ഡിസ്റ്റൻസ് എന്തായാലും ഇവൻച്വലി ഒരു ദിവസം ഒന്നാകും, ഞങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ള കൺസെപ്റ്റിലാണുള്ള റിലേഷൻഷിപ്പ് തന്നെ കൊണ്ടുപോകുന്നത്. സോ അവിടെ ദൂരം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വിച്ച് ഓൾസോ മീൻസ് ദാറ്റ് ഇഫ് ദ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് വർക്കിംഗ്, അതിൻ്റെ അർത്ഥം ഐ ആം ലാക്കിംഗ് ദ സ്കിൽസ് ഫോർ ഇറ്റ്. ഐ ആം എ പേഴ്സൺ ഹു ഡസ് നോട്ട് നോ ഹൗ ടു ഹാൻഡിൽ എ റിലേഷൻഷിപ്പ്. അതിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നിൽ തന്നെയാണ്. ഞാൻ എന്നിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവൻച്വലി ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള സ്കിൽ എനിക്ക് കിട്ടും. ആൻഡ് യെസ്, ദ റിലേഷൻഷിപ്പ് വിൽ മൂവ് ഫോർവേഡ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റിയിലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ കിടക്കുന്നത്. യു ഷുഡ് നോ ഹൗ ടു മാനേജ് എ റിലേഷൻഷിപ്പ് ഈവൻ ഇഫ് ദർ ഇസ് എ ലോങ് ഡിസ്റ്റൻസ്.